വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കീടനാശിനിയുമായിട്ടാണ്, ഒരു ജൈവ കീടനാശിനിയുമായിട്ടാണ്. നമ്മുടെ പയറും മത്തൻ, കുമ്പളൻ, നമ്മുടെ വെള്ളരി എല്ലാത്തിനും ഉപയോഗപ്പെടുന്ന ഒരു വളരെ ഫലപ്രദമായ ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങളോട് പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയുക, നിങ്ങളിൽ ഒരാളായിട്ട് എന്നെയും കണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകൾ എനിക്ക് പറഞ്ഞു തരിക, നിങ്ങൾ കമൻ്റായിട്ട് എനിക്ക് അയച്ചു തരിക. എനിക്കറിയാവുന്ന ഞാൻ നിങ്ങളോട് പറയാം. എനിക്കറിയാവുന്നതാവില്ല നിങ്ങൾക്കറിയാവുന്ന ആവില്ല എനിക്കറിയുന്നത്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്കറിയാവുന്നതായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ 5 പൈസ ചിലവാക്കാതെ നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോയാണ്. നമ്മൾ ഒരു പൈസയും നമുക്ക് ചിലവാക്കേണ്ട, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമാണ്, 2 സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അത് 100% ഉറപ്പുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് പോകാം വീഡിയോയിലോട്ട്. നോക്കിയാലോ, ഇത് ആര്യവേപ്പിൻ്റെ ഇലയാട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പല്ല, ആര്യവേപ്പിൻ്റെ ഇലയാണ്. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതല്ല. ഇത് ചിലർ പറയും കയ്പും വേപ്പിലാന്ന്. അപ്പോൾ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഇൻഗ്രീഡിയൻസ് ഇതാണ്. ഇത് നമുക്ക് പിന്നെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി മതി. അത് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് പച്ചമഞ്ഞളാട്ടോ. അപ്പോൾ ഇവിടെ പച്ചമഞ്ഞൾ എനിക്ക് കിട്ടാറില്ല, അതുകൊണ്ട് ഞാനിത് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയും ആര്യവേപ്പിൻ്റെ ഇലയുമാണ്. അപ്പോൾ നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ ഇലയെന്ന് പറയുമ്പോൾ ഇത് നല്ല ഇതുള്ളതാട്ടോ. കാരണം ഇത് ഷുഗർ ഉള്ളവർക്ക് ഇത് 1-2 തണ്ട് ഇതിൻ്റെ ഇല എടുത്തിട്ട് അരച്ചിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിച്ചാൽ മതി. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉരുട്ടിയിട്ട് അത് വെറും വയറ്റിൽ കഴിക്കുന്നത് ഷുഗർ കുറയാൻ ഏറ്റവും സൂപ്പറാട്ടോ. പിന്നീട് പറയും നമ്മൾ മുഖത്ത് മുഖക്കുരുവൊക്കെ വരുമ്പോൾ നമുക്കിത് അരച്ച് മുഖത്തിട്ടാൽ അതും നല്ലതാണ്, പാട് മാറുകയും മുഖക്കുരു മാറുകയൊക്കെ ചെയ്യും. പിന്നീട് നമുക്ക് ഷുഗർ ഉള്ളവർക്ക് വെറും വെള്ളം നമ്മൾ തിളപ്പിച്ച് ജീരക വെള്ളവും കരിങ്ങാലി വെള്ളമൊക്കെ കുടിക്കുന്നതിന് പകരം ഈ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും ഇത് സൂപ്പറായിട്ടോ, ഷുഗർ കുറയും. അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇലകളെല്ലാം എടുത്ത് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാട്ടോ. ഇതും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ അരയ്ക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ അരി കഴുകിയ വെള്ളത്തിലാട്ടോ. അപ്പോൾ അരി കഴുകിയ വെള്ളവും കൂടെ ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാവേ. പഴയ ഒരു അരിപ്പയാണ് ഇത്. നമ്മൾ മുഖത്ത് പച്ചമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ തേച്ചാലും നല്ലതാട്ടോ. കസ്തൂരിമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ തേക്കുന്നത് സൂപ്പറാണ്. 5 പൈസ ചിലവാക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതാണ്ട് ഇങ്ങനത്തെ ഒരു കുപ്പി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് കണ്ടോ, ഇതിലിങ്ങനെ 2-3 ഹോൾസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് സ്പ്രേ ചെയ്യാൻ. അപ്പോൾ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ കീടനാശിനി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. കണ്ടോ, നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. രാത്രിയായിട്ടോ, വീഡിയോ എടുത്തപ്പോൾ ഇരുട്ടായിട്ടോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആക്കുന്നത്. കണ്ടോ നോക്കി നല്ലതുപോലെ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് വീഡിയോ ഉള്ളത്. അപ്പോൾ ശരി എന്നാൽ.